സിനിമകൾ കുറേ ആ നേരത്ത് നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും. എങ്ങനെ എനിക്ക് സിനിമയില്ലല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ ഇല്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം കൂടുതൽ സന്തോഷം തോന്നാൻ കാരണം ഒരിക്കൽ മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ ജയരാജ്, ഷാജി കൈലാസ് ഇവരൊക്കെ എന്നോട് ഒരിക്കൽ പറഞ്ഞു, നീയൊന്നും സിനിമയില്ലെങ്കിൽ നിന്നെ മറക്കില്ല, കാരണം നീ ചെയ്തു വെച്ച വേഷങ്ങൾ ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തെ അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. പിന്നെ ഈ ട്രോളുകൾ വരാൻ തുടങ്ങിയൊരു കാലഘട്ടത്തിന് മുമ്പാണ് ഇത് പറഞ്ഞത്. ട്രോളുകൾ വന്നപ്പോൾ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും സിനിമയില്ലാതെ ഇനി വിഷമിക്കണം എന്തിനാണ്? സിനിമ ശരിക്കും ഒരു ഇൻകമാണ്. അതിലൂടെ നല്ല വേഷങ്ങളും ചെയ്യാൻ പറ്റുക, അത് ഒത്തു കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഇൻകത്തിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല നല്ല വേഷങ്ങൾ വന്നാൽ ചെയ്യാം. പക്ഷെ അതിലൂടെ കിട്ടുന്ന വേഷങ്ങൾ ജനങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സുഖവും സന്തോഷമൊക്കെ നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ട്രോളുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോഴും വേഷങ്ങളില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളിനി മരിച്ചു പോയാലും ശരിയാണ്, നമ്മളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. അതുപോലെ ലാൽ സാറിൻ്റെ ട്രോളുകളാണെങ്കിലും ഭയങ്കര രസമാണ്. ഈ ഐഡൻറ്റിറ്റി നിങ്ങളുടെ 3 പേരുടെയും പ്രത്യേകതയാണ് ശബ്ദം കൊണ്ട് തിരിച്ചറിയാം. വേറൊരാൾ ഡബ് ചെയ്യുകയോ നിങ്ങളുടെ തമാശകൾക്ക് വേറൊരാളുമായിട്ട് ചേർന്നിട്ടുള്ളതല്ല നിങ്ങളുടെ തമാശകൾ. ഇപ്പോൾ ലാൽ സാറിൻ്റെ പല ട്രോളുകളും കണ്ടുവരുമ്പോൾ ചില സമയത്തൊക്കെ അത് സ്ത്രീകളുടെ ഇതൊക്കെ വെച്ചും ഡ്രാമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ട്രോളുകളൊക്കെ കാണും. അപ്പോൾ ഈ ട്രോളുകൾ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലാൽ സാറിന് ദേഷ്യം വരാറുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ദേഷ്യമല്ല, രസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് നുണയുടെ അംശം ഉണ്ടാകും. കാരണം അങ്ങനെ അങ്ങോട്ട് രസിക്കാനൊന്നും പറ്റുന്നില്ല. ചിലതൊക്കെ നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷെ സന്തോഷിക്കാറുണ്ട്. സന്തോഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ ആയതുകൊണ്ടിട്ടാണ് നമ്മളെ പറ്റി ട്രോള് വരുന്നത്. നമ്മളൊന്നുമല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ട്രോള് വരില്ല. ഒരു ട്രോൾ ഉണ്ടാക്കുന്നവനൊരു സംഭവം ഇടുന്നുണ്ടെങ്കിൽ അത് ഇയാളെ വെച്ചിട്ട് നമുക്ക് ഇത് ഇടാമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തോ ആയതുകൊണ്ടാണ്. പിന്നെ ഈ ഗൗരവം ഞാനൊക്കെ ആദ്യമൊക്കെ കരുതിയിട്ടുണ്ട് ഈ വലിപ്പം. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്, കുറച്ചും കൂടിയൊക്കെ തടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തടിയും വലിപ്പമൊക്കെ ഉള്ള പറ്റിയ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ദ്രൻസിൻ്റെയും ഈ അശോകൻ്റെയൊക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാകുന്നത്, ഇവരുടെയൊക്കെ ചെറിയ ശരീരത്തിന് ഈ ചെറുതാകും തോറും അതിനകത്ത് ദുരൂഹതകൾ കൂടുതലാണ്. ഇന്ദ്രൻസൊക്കെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഇയാൾ ഏതൊരു പടത്തിന് ജഡ്ജായിട്ടൊക്കെ വരുന്നില്ലേ. അപ്പോൾ ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻസിനൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര അക്രമമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ജഡ്ജായിട്ട് വന്നപ്പോഴാണ് അയാൾ ശരിക്കും റിയൽ ജഡ്ജ് അവിടെ ഇരിക്കുന്നു. അയാൾ എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുന്ന പേടിയുണ്ടാക്കും. കാരണം ഇതൊരു ചെറിയ രൂപമാണ്. ഈ വലിയ രൂപമുള്ളവർക്ക് പെട്ടെന്ന് വിലയിരുത്താൻ പറ്റും. ഇത് ഇത്രേ ഉള്ളൂ, ഇയാൾ ചിലപ്പോൾ കയറി ഇടിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്ന ബലവും ശക്തിയൊക്കെ അല്ലാതെ മറ്റേതിനുള്ള ചെറുതിൻ്റെ ഈ നഞ്ചെന്തിന് നാനാഴി എന്ന് പറയൂലേ എന്ന് പറഞ്ഞത് ചെറുത് നിസ്സാരമല്ല.